അതുകൊണ്ട് തന്നെ അവർ ആ ഫുഡ് കഴിക്കുമ്പോൾ വയറിന് ഗ്യാസ് കയറുക, ബാത്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പോകാനുള്ളൊരു ഫീലിംഗ് വരിക, വേറെ അസ്വസ്ഥത വരിക, എനർജി കുറയുക, അങ്ങനെ പല ഇഷ്യൂസ് വരും. പക്ഷേ അതേ സമയത്ത് ഫുഡ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നമാണ്, അതായത് ഡൈജഷൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലാക്ടോസ് ഇൻടോളറൻസ്. അതായത് നമ്മൾ പാലിനോട് ഇൻടോളറൻസ്, മിൽക്ക് പ്രോഡക്ട്സിനോട് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് ഈ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിൻ്റെ കുറവ് കാണും. അതുകൊണ്ട് തന്നെ അവർ ആ ഫുഡ് കഴിക്കുമ്പോൾ വയറിന് ഗ്യാസ് കയറുക, ബാത്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പോകാനുള്ളൊരു ഫീലിംഗ് വരിക, വേറെ അസ്വസ്ഥത വരിക, എനർജി കുറയുക, അങ്ങനെ പല ഇഷ്യൂസ് വരും. അപ്പം യൂഷ്വലി ഈ ഫുഡ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല, കുറച്ച് ടൈം എടുത്ത് വരുന്നതാണ്. ഫുഡ് അലർജി എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു 2 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ സംഭവിക്കും. ഇച്ചിരി തീവ്രമായിട്ടായിരിക്കും മിക്കപ്പോഴും ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഫുഡ് അലർജി ആണെങ്കിൽ നമുക്ക് സ്കിൻ പ്രിക്ക് ടെസ്റ്റ് ഉണ്ട്, ഓറൽ ചാലഞ്ച് ഉണ്ട്. അതായത് നമുക്ക് ശരിക്കും ഭക്ഷണം കൊടുത്തു നോക്കാം, പക്ഷേ ആശുപത്രി സെറ്റപ്പിൽ അല്ലെങ്കിൽ എമർജൻസി ഡീൽ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പല ടെസ്റ്റുകളുണ്ട് നമുക്ക് ഫുഡ് അലർജി കണ്ടുപിടിക്കാം. അതേ സമയത്ത് ഫുഡ് സെൻസിറ്റിവിറ്റി ആണെങ്കിൽ അധികം ടെസ്റ്റുകളില്ല, നമ്മൾ ആ ഫുഡുകൾ മാറ്റി വെച്ച് നോക്കിയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് അലർജിയും ഫുഡ് സെൻസിറ്റിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിൻ്റെ മെക്കാനിസം വേറെയാണ്. രണ്ടിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ സെയിം ആണെങ്കിൽ പോലും പല രീതിയിൽ അത് വ്യത്യാസമുള്ളതുമാണ്.